1992 കോട്ടയത്തെ ഒരു കോൺവെന്റിൽ നിന്ന് പുറത്ത് എത്തിയ വാർത്ത കേരളം മുഴുവൻ ഞെട്ടിച്ചു. ഒരു കന്യാസ്ത്രീയുടെ മൃതദേഹം കിണറ്റിൽ. അവൾ സിസ്റ്റർ അബെ. ആത്മഹത്യയെന്ന് ആദ്യ റിപ്പോർട്ടുകൾ. പക്ഷേ സത്യം അതിലപ്പുറം ഇരുണ്ടതും ഭയാനകവുമാണ്. ഇത് സിസ്റ്റർ അബെയുടെ കൊലപാതകത്തിന്റെ സത്യകഥയാണ്. എക്സ്പ്ലെയിൻ ഇൻ മലയാളം. 1992 മാർച്ച് 27 രാവിലെ 5 മണിക്ക് സെന്റ് പ്യൂസ് 10th കോൺവെന്റിൽ താമസിച്ചിരുന്നു സിസ്റ്റർ അബെയുടെ മൃതദേഹം കിണറ്റിൽ കണ്ടെത്തപ്പെടുന്നു. അവളുടെ ചെരുപ്പും വെള്ളം തൂങ്ങി നിൽക്കുന്ന വസ്ത്രവും കാഴ്ചയിൽ സംശയമുണർത്തുന്നു. പോലീസും ക്രൈം ബ്രാഞ്ചും ആദ്യം പറയുന്നു ആത്മഹത്യ. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അപ്പുറമുള്ളവ കാട്ടുന്നു. തലയിലേക്ക് ശക്തമായ അടിയുണ്ട്. സാക്ഷികൾ മിണ്ടാൻ ഭയക്കുന്നു. മീഡിയ തുറന്നു പറയാൻ തയ്യാറാവില്ല. സത്യം മങ്ങിയതാവും അതുകൊണ്ട്. സിബിഐ അന്വേഷണം ഏറ്റെടുത്തത് 1993. പല അന്വേഷണ ഉദ്യോഗസ്ഥരും മാറ്റപ്പെട്ടു. ചിലത് ചൂഷണശ്രമം ആരോപണങ്ങളോടെ. ഒടുവിൽ സത്യം പുറത്തുവന്നു. അഭയ ആ രാത്രി അനുമതിയില്ലാതെ വേഷപ്പകർച്ചയോടെ തിരിഞ്ഞപ്പോൾ അവൾ കണ്ടത് അവളെ കൊല്ലാൻ പ്രേരിപ്പിച്ചു. സിബിഐ കണ്ടെത്തിയത് സിസ്റ്റർ സെഫി, ഫാദർ തോമസ് കൊട്ടൂർ, ഫാദർ ജോസഫ് പൂത്തറ ഇവർ ചേർന്ന് അഭയയെ കൊല്ലുകയായിരുന്നു. 28 വർഷങ്ങൾക്കുശേഷം 2020 കോടതി വിധി പ്രസ്താവിച്ചു. അവർ കുറ്റക്കാരാണ്. കേരളത്തിൽ നടന്ന അത്യന്തം രഹസ്യപരമായ, നീണ്ടുനിന്ന, ആവേശകരമായ ക്രൈം അന്വേഷണ കഥയാണിത്. ഇങ്ങനെ വീണ്ടും കാണാം നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ. സബ്സ്ക്രൈബ് ചെയ്യൂ മലയാളി എക്സ്പ്ലെയിനർ.